പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അവധാനത എന്ന് പറയും. അവധാനത എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെ, എന്താ പറയാ, സാവധാനം പതുക്കെ ഒരു എടുത്തു ചാടി ചെയ്യാതിരിക്കുക, കാള പറ്റൂന്ന് വെക്കുമ്പോഴേക്കും കയറെടുക്കാതിരിക്കുക, അതാണ് അനാത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകളും നല്ല കാര്യങ്ങളാണെന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങൾ, പക്ഷെ അവർ വിചാരിക്കുന്നത് അത് നല്ലതാണെന്നായിരിക്കും. അങ്ങനെ കരുതുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, അവരുടെ ആവേശവും ഉന്മേഷവും ഒക്കെ കൊണ്ട് അവരതിലേക്ക് ചാടി ഇറങ്ങും. അതിൻ്റെ വരും വരായികളെ പറ്റി ആലോചിക്കുകയോ അതിനെപ്പറ്റി കൃത്യമായി അറിയുന്ന ആളുകളോട് കൂടി ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ അത് എന്താ പറയുക, അവർ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് പലപ്പോഴും മോശമായ അനന്തരഫലങ്ങളാണ് ഉണ്ടാവുക. നല്ലതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ ഒരു നസ്സ്, ആയത്തോ ഹദീസോ ഇജ്മാഅോ ആ വിഷയത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു. പിന്നെ ആരോടും ചോദിക്കാന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെപ്പറ്റി ഉറപ്പുവരുത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടി ആലോചിക്കണം, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ചും നിങ്ങൾ കൂടുതലും ചെറുപ്പക്കാരാണ്, സോഷ്യൽ മീഡിയയിൽ പല ഹാൻഡിലുകളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പലർക്കും പല ചാനലുകളിലും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഹക്കായിരിക്കാം, അത് ഞാൻ ഒരിക്കലും നിങ്ങൾ ബാത്തിൽ ഷെയർ ചെയ്യുന്നെന്ന് ഒരിക്കലും പറയുന്നില്ല. സത്യസന്ധമായ കാര്യങ്ങളായിരിക്കാം, ഉള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ നല്ലതാണ്. അതിനാണ് അനാത്ത് എന്ന് പറയും. അതിനെയാണ് അനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് കൂടുതൽ അതിൽ ഉറപ്പിന് മേൽ ഉറപ്പ് കിട്ടുകയാണ്, യാതൊരു സംശയവും ഇല്ലാത്ത വണ്ണം യഖീനിലേക്ക് ആ ഒരു കാര്യം ആവുകയാണ്. എന്നാൽ നിങ്ങൾ ഉറപ്പ് വരുത്താതെ ആ കാര്യം പ്രചരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് സലഫി ദാവത്തിന് തന്നെ മോശം പേര് കിട്ടാൻ കാരണമാവുകയാണ്. കുറച്ച് മാസങ്ങളായിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്, ഒരു യൂട്യൂബിലൊരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത്. പക്ഷെ ആ ചാനലിൽ അദ്ദേഹം ചെയ്തിരുന്ന പല കാര്യങ്ങളും, അത് ചെയ്തിരുന്ന രീതി നല്ലതല്ലാത്തത് കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾപ്പെട്ട പലർക്കും ആ ഒരു ചാനലിൻ്റെ പേരെടുത്ത് എന്ത് ചെയ്യേണ്ടി വന്നു, വിമർശിക്കേണ്ടിയും എതിർക്കേണ്ടിയും വന്നു. കാരണം പുറമേക്ക് നോക്കിക്കാണുന്ന ആളുകൾ ഇതൊക്കെ നമ്മളുമായിട്ടാണ് കൂട്ടിക്കെട്ടുക. പക്ഷെ നമ്മളുടെ രീതി ഇതാണ്, നമ്മളുടെ ശൈലി ഇതാണ്, നമ്മൾ ഇത്രയും മോശപ്പെട്ട സ്വഭാവത്തിന് ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവരുടെ കുറ്റങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് എന്നൊരു പ്രതിധ്വനി അതിലൂടെ ഉണ്ടാകും. നമ്മൾ കാരണത്താൽ ഒരു കൂട്ടം ആളുകൾക്ക് മൊത്തം ചീത്തപ്പേരുണ്ടാകും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, നിൽക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖഈൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, വകാനത്തിൻ നാസിലത്തു ഇദാ നസലത് ബി അമീരിൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നാസിലത്ത് പറഞ്ഞാൽ ലൈസ ഇൻദഹു ഫീഹാ നസ്സുൻ അനില്ലാഹി വലാ അൻ റസൂലി, അള്ളാഹുവിൻ്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ നസ്സായി യാതൊരു സംശയവും ബാക്കിയാകാത്ത വണ്ണം ഉള്ള തെളിവുകൾ വന്നിട്ടില്ലാത്ത വിഷയങ്ങൾ, അങ്ങനത്തെ ഒരു വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്യാറ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി പറഞ്ഞ പോരിശകൾ എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം ഒരാൾ നബിയായി വരാനുണ്ടെങ്കിൽ അത് ആരാകുമായിരുന്നു? ഉമർ ആകുമായിരുന്നു. ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ എന്ത് ചെയ്യും? മറ്റൊരു വഴിയിൽ പ്രവേശിക്കും. ഇത്ര ധാരാളം ഹദീസുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. അങ്ങനെ ധാരാളം നമുക്കറിയാം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിലോ സുന്നത്തിലോ നസ്സായ ഒരു കാര്യം വന്നിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ സംഭവിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും? ജമാഅ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അന്നത്തെ കാലത്ത് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരെല്ലാവരെയും അദ്ദേഹം ഒരുമിച്ച് ചേർക്കും. അവരോടെല്ലാവരോടും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക്, കൊട്ടാരം എന്ന് പറയുമ്പോൾ വലിയ ബംഗ്ലാവും കാര്യങ്ങളൊന്നുമല്ല, അദ്ദേഹം ഭരണം നിശ്ചയിക്കുന്ന അതിൻ്റെ കേന്ദ്രം, അവിടേക്ക് വരാൻ കൽപ്പിക്കുകയും സുമ്മ ജഅലഹാ ശൂറാ ബൈനഹും, എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം ആ കാര്യം അവർക്കിടയിൽ ശൂറയായി നിശ്ചയിക്കും. അവർക്കിടയിൽ ആ കാര്യം ചർച്ചയ്ക്കിടും. അത് അവരെല്ലാവരും ചർച്ച ചെയ്ത് അവരിൽ ഏറ്റവും നല്ല അഭിപ്രായം അതാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരിലെല്ലാവരും ഒരു അഭിപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ നിലപാടായി സ്വീകരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഇങ്ങനെയാണ് ചെയ്തിരുന്നതെങ്കിൽ നമുക്കിങ്ങനെയാണ് ഏതൊരു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കാൻ സാധിക്കും. വളരെയധികം സൂക്ഷിക്കണം. ഓരോ കാൽവെപ്പ് വയ്ക്കുന്നതും വളരെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ഒരു തെറ്റായ ഒരു ചുവടുവയ്പ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മൊത്തം ചീത്തപ്പേരുണ്ടാക്കുന്നത് മാത്രമല്ല, അത് മറ്റുള്ള ആളുകളെ നമ്മുടെ ദഅവത്തിലേക്ക് കടന്നു വരാൻ തടസ്സമാകുന്നതിന് നമ്മൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേഗത്തിൽ പറയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ രണ്ടാമത്തെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു നമ്മളിപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ അങ്കലാപ്പിലായിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ, അല്ലെങ്കിൽ വളരെ ധൃതിയിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കും. ഇങ്ങനത്തെയൊക്കെ ഒരു മോശപ്പെട്ട ഗുണം, അതിന് അജലത്ത് എന്ന് പറയും. വിശ്വാസം ഹദീസിൽ പറഞ്ഞാൽ അജലത്ത് മിന ശൈത്താൻ, ഈ ഒരു സ്വഭാവം എന്നുള്ളത് അത് ശൈത്താൻ എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ധൃതി പിടിക്കുന്നവനായിട്ട്, അജലത്തുള്ളവനായിട്ട്. എല്ലാം പെട്ടെന്ന് കിട്ടണം. ദീൻ പഠിച്ചു തുടങ്ങിയ, ദീൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠത അറിയുന്ന മിക്ക തുല്ലാബുൽ ഇൽമുകളും ദീൻ പഠിക്കുന്നതിന് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാനുള്ള കാരണം, ദീൻ പഠിക്കുന്നതിലൂടെ ത്വാലിബുൽ ഇൽമോ ആലിമോ ആകാൻ സാധിക്കുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ കഴിയും. കുറച്ച് സമയമെടുക്കും. ദീൻ പഠിക്കുന്നതിൻ്റെ അത്രയും ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ടും പലർക്കും ഒരു ത്വാലിബുൽ ഇൽമു പോലും ആകാൻ സാധിക്കാത്തത് അത് കുറച്ച് സമയമെടുക്കുന്നുള്ളതാണ്. പെട്ടെന്ന് കിട്ടൂല. ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നു, മൻ ത്വലബൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംലതൻ. ഒരാൾ പെട്ടെന്ന് തന്നെ ഇൽമു കിട്ടണം, പെട്ടെന്ന് നാളെ തന്നെ ഒരു ആലിമാകണം എന്നാഗ്രഹിച്ചാൽ ദഹബ അൻഹു ജുംലതൻ, അവനിൽ നിന്ന് അറിവുകൾ പെട്ടെന്ന് തന്നെ പോകും. നിലനിൽക്കുന്ന അറിവുകളായി, ഉപകാരപ്പെടുന്ന അറിവുകളായി ആ അറിവ് മാറൂല. അങ്ങനെ മാറണമെങ്കിൽ സമയമെടുത്ത് പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാറുള്ള സംഭവം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചെടുക്കാൻ 5 വർഷം 6 വർഷം അത്രയും വർഷമെടുത്തിട്ടാണ് അദ്ദേഹം സൂറത്തുൽ ബഖറ പഠിച്ചെടുത്തത് എന്ന് സ്വഹാബികൾ പഠിപ്പിച്ചു തരാറ്. അവരുടെ പഠനം എങ്ങനെയാണ്? ആദ്യം 10 ആയത്ത് പഠിക്കും. വെറുതെ കാണാപ്പാഠം പഠിക്കല്ല. അപ്പോൾ കാണാപ്പാഠം പഠിക്കാനാണെങ്കിൽ അവരൊക്കെ നമ്മളെക്കാൾ എത്രയോ മെമ്മറി പവറുള്ള ആളുകളാണ്. വളരെ എളുപ്പത്തിൽ 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയോളം പോകുന്ന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കിയ ആളുകൾ സ്വഹാബത്തിലുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. അവർ പഠിച്ചിരുന്നത് 10 ആയത്ത് പഠിക്കുകയാണെങ്കിൽ ആ 10 ആയത്തുകളിൽ എന്തൊക്കെ വിധിവിലക്കുകളുണ്ട്, ആ 10 ആയത്തുകൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, ഇതെല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞ് പഠിച്ച് അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പിന്നെ അടുത്ത 10 ആയത്തുകൾ. അങ്ങനെ സൂറത്തുൽ ബഖറ പഠിച്ചു കഴിയുമ്പോഴേക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞങ്ങളിൽ ഒരാൾ സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ, സ്വഹാബികൾ തന്നെ അയാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കാറ്. കാരണം അത്രയും സമയമെടുത്ത് അത്രയും ആഴത്തിൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വിധിവിലക്കുകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഈ വിഷയം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ,
ഇമാം ഷൗക്കാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ബദറു ത്വാലിഅ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ഗൗരവപ്പെട്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞ അൻസാഫുൽ മുതഅല്ലിമീന ഹും മൻശഉ ശർരി വൽ ഫിതനി ഫിദ്ദഅവ. സലഫി ദഅവത്തിൽ എല്ലാ ഫിത്നകളുടെയും എല്ലാ ഷർറുകളുടെയും സോഴ്സ് അത് തീരെ ദീനിനെ പറ്റി അറിയാത്ത ആളുകളുമല്ല, ദീനിൽ നല്ലോണം അറിവുള്ള ആളുകളുമല്ല, അതിന് രണ്ടിനും ഇടയിലുള്ള ആളുകളാണ്. ജാഹിലാണോ? ജാഹിലല്ല, അറിവുണ്ട്, കുറച്ചെന്തൊക്കെയോ പഠിച്ചിട്ട്. എന്നാൽ ആലിമായിട്ടുണ്ടോ? ആലിമുമായിട്ടില്ല. ഇവരാണ് എല്ലാ ഷെറിൻ്റെയും സോഴ്സ്, ഉത്ഭവം. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ ഈ ദഅവത്ത് നശിക്കും. ഈ ദഅവത്ത് നശിപ്പിക്കാൻ പുറത്തുനിന്ന് ഒരാൾക്ക് സാധിക്കൂല, മനസ്സിലാക്കണം. ഇത് ശരിയായ സലഫിയത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീനാണ്. ശത്രുക്കൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് എന്തുകൊണ്ട് തകർക്കാൻ കഴിയില്ല. ഇത് തകരുക ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആളുകളുടെ മോശത്തരങ്ങൾ കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിക്കാതിരിക്കാവുന്നതാണ്. ഒറ്റൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ നമ്മുടെ വിഷയം മുഴുവൻ സലഫിയത്ത്, സുന്നത്ത്, ബിദ്അത്ത്, വ്യതിയാന കക്ഷികൾ, ഇതൊക്കെയാണ്. ഒരു വ്യക്തി എപ്പോഴാണ് ബിദ്അത്തുകാരനാവുക? ആർക്കറിയാം? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെ അവസ്ഥകൾ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു വ്യക്തി ബിദ്അത്തുകാരനായി തീരുക? പ്രശ്നമാണ്. പഠിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിക്കണം. കേട്ടുകേൾവിയോ നാട്ടിലെ നാട്ടു നടപ്പുകളോ ഒന്നും നമുക്ക് ഈ ദഅവത്തിന് ഉപകരിക്കുന്നതാവില്ല. നമ്മൾ പഠിക്കുന്ന അറിവ് കൃത്യമായ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പണ്ഡിതന്മാർ വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. നമ്മൾക്ക് ആകെയുള്ള ഊർജ്ജം ഇതാണ്. ഇതില്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തെത്തും നിന്നു പോകും. നമ്മൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീങ്ങും കുറച്ച് കാലം. പക്ഷെ ഒരു സമയം എത്തുമ്പോൾ നിന്നു പോകും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ പഠിക്കണം, പരമാവധി പറ്റുന്നത്രയും മാക്സിമം പഠിക്കണം. അതും ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ പറയുന്ന എന്നെപ്പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ പോലെയോ അത്രയൊന്നും പഠിച്ച് നിങ്ങൾ നിർത്തരുത്. അള്ളാഹുവാണ് സത്യം, കുടുങ്ങിപ്പോയതാണ്. ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇത് സംസാരിക്കാൻ മാത്രമുള്ള അറിവ് എൻ്റെ പക്കലില്ല. അതിനു മാത്രം പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അതിനു മുമ്പേ ആളുകൾ എന്തോ വലിയ സംഭവമായിട്ട് കണക്കാക്കി പല സ്ഥലങ്ങളിലേക്ക് വിളിക്കുകയും പല കാര്യങ്ങൾ ഏൽപ്പിക്കുകയും പലതും പഠിക്കാൻ നിർബന്ധിക്കുകയും പല വിഷയങ്ങൾ സംസാരിപ്പിക്കുകയാണ്. അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് തഅല്ലമു ഖബ്ല അൻ തുസവ്വദു. നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് നിങ്ങളെ നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുക, പിന്നെ പഠിക്കാൻ കഴിയും. ആളുകൾ നിങ്ങൾ എന്തോ ഒരു കാര്യമാണ്, വലിയ ആര്യമാണ്, തോലിബാണ് എന്ന് കരുതപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് പരമാവധി പഠിക്കുക, പിന്നെ പഠിക്കാൻ കഴിയില്ല. പിന്നെ കഴിയും വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം. ഇത് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇന്ന് ദഅവത്ത് നടത്തുന്നവരൊക്കെ മോശമാണെന്നോ ആരും ശരിയായ ഇൽമില്ലാത്തവരാണെന്ന അർത്ഥത്തിലൊന്നുമല്ല. ഈ അറിവല്ല, ഇതിനേക്കാളും നമ്മൾ പഠിക്കണം, വളരെയധികം പഠിക്കണം. സലഫുകൾ പറയാറുണ്ട്, ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഞാൻ ദീൻ പഠിക്കുന്നതിന് മുമ്പ്, അറിവ് പഠിക്കുന്നതിന് മുമ്പ് 30 വർഷം അദബ് പഠിച്ചു, എന്നിട്ട് 20 വർഷം ഇൽമു പഠിച്ചു. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നൊരു മുഹദ്ദിസായി, ആലിമായി അവർ ജനങ്ങൾക്കിടയിൽ ഇരിക്കുന്നത്, പഠിപ്പിക്കാനിരിക്കുന്നത് അത്രയും പഠിച്ചതിന് ശേഷം മാത്രം. അന്നത്തെ കാലത്ത് അത്രയും പണ്ഡിതന്മാരുണ്ട്, ഉലമാക്കളുണ്ട്, അതുകൊണ്ട് അവർക്ക് അത്രയും മതിയാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് വളരെ തുല്ലാബുകൾ, ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, ദീൻ പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ദീനിൻ്റെ അറിവുകൾ, അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ പോലും കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇബ്നുൽ മുബാറക് ചെയ്തതുപോലെ ഒരുപാട് പഠിച്ച് എല്ലാം പഠിച്ച് തികഞ്ഞിട്ട് നമ്മൾ ദഅവത്ത് ചെയ്യാൻ ഇറങ്ങിയാൽ മതിയോ?
അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ലക്ഷ്യം അതായിരിക്കും. നമ്മുടെ ലക്ഷ്യം അതായിരിക്കും. ആളുകൾ നമ്മളെ അവിടേക്ക് വിളിക്കുന്നുണ്ട്, ഇത് നമ്മൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, അത് സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട്, ഇവിടെ ഖുതുബയ്ക്ക് വിളിക്കുന്നുണ്ട്, അവിടെ ക്ലാസ് എടുക്കാം. ഇതൊന്നും കണ്ടിട്ട് നിങ്ങളിൽ വഞ്ചിതരാകരുത്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി കൃത്യമായ ധാരണ വേണം. റഹിമല്ലാഹു മൻ അറഫ ഖദറ നഫ്സിഹി. സ്വന്തം നഫ്സിന്റെ ഖദർ മനസ്സിലാക്കിയവന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സലഫുകൾ പറയാറ്. ആളുകൾ നമ്മളെ പറ്റി പലതും വിചാരിക്കും അല്ലെ. ആളുകൾ സുയൂത്തി റഹ്മുള്ള പറയാറ്, മെമ്പർ കയറിയവനൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഖത്തീബാണ്, ആലിമാണ്, അല്ലാമ. പക്ഷെ നമുക്ക് നമ്മുടെ സ്വയം നിലവാരം തിരിച്ചറിയാൻ സാധിക്കും. നമ്മളൊന്നും ആയിട്ടില്ല, നമ്മളിനിയും പഠിക്കേണ്ടതുണ്ട്, അടിസ്ഥാനങ്ങൾ പോലും പലതിൻ്റെയും നമ്മൾ കൃത്യമാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് കൃത്യമായ തിരിച്ചറിവോടുകൂടെ നമ്മൾ പരമാവധി പഠനത്തിൽ മുന്നേറും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പകുതി വെച്ച് നിർത്തരുത് അല്ലേ. നമുക്കറിയാം ജഹല് 2 തരമുണ്ട്. ജഹല് ബസീത്ത് ഉണ്ട്, ജഹല് മുറക്കബ്. ജഹല് ബസീത്ത് അവന് പഠിപ്പിച്ചു കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? പഠിക്കും. പറഞ്ഞു കൊടുത്താൽ തിരുത്തും. പക്ഷെ ജഹല് മുറക്കബ് അങ്ങനെയല്ല. ജഹല് മുറക്കബ് അവൻ ജാഹിലാണ്, പക്ഷെ അവൻ അറിയില്ല അവൻ ജാഹിലാണ്. അവനറിയില്ല എന്നുള്ളത് പോലും അവനറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം കൃത്യമായി, വളരെ തുടർച്ചയോടുകൂടെ നമ്മൾ ഒരിക്കലും പഠനം നിർത്തരുത്. എന്തു വന്നാലും പഠനം നിർത്തരുത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും, മക്കളായാലും, പ്രാരാബ്ധമായാലും, എന്തെങ്കിലും തടസ്സങ്ങൾ, രോഗം വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്തൊക്കെ വന്നാലും പഠനം നിർത്തരുത്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരായത്തെങ്കിലും ഹിഫ്ളാക്കാതെ, ഒരു മസ്അലയെങ്കിലും വായിച്ചു നോക്കാതെ, ഒരു ഹദീസെങ്കിലും നിങ്ങൾ മനഃപ്പാഠമാക്കാതെ നിങ്ങളുടെ ദിവസത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ പഠിക്കുന്നിടത്തോളം ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മാ യസാലു റജുലു ആലിമൻ മാ യതഅല്ലമു ലി. ഒരുവൻ ദീൻ പഠിക്കുന്നിടത്തോളം അവൻ ആലിമായിരിക്കും. എന്നാൽ അവൻ എപ്പോഴാണോ അത് നിർത്തുന്നത്, ഞാൻ ആലിമായി എന്ന് വിചാരിക്കുന്നത്, അപ്പോൾ അവൻ ജാഹിലായി. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ഈ പറഞ്ഞ രൂപത്തിലേക്ക് നിങ്ങൾ ആകരുത്. പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇൽമ് എന്നുള്ളത് 3 ചാണുകളാണ്. ഇൽമ് എന്നുള്ളത് 3 ചാണുകളാണ്. ആദ്യത്തെ ചാണിലേക്ക് എത്തിയവൻ അവൻ വിചാരിക്കും ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആലിം. രണ്ടാമത്തെ ചാണിലേക്ക് എത്തിയവൻ മനസ്സിലാക്കും ഞാൻ പഠിച്ചതിനേക്കാൾ ഇനിയും കുറെ പഠിക്കാനുണ്ട്. മൂന്നാമത്തെ ചാണിലേക്ക് എത്തിയവൻ മനസ്സിലാക്കും ഞാനൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തോന്നുന്നു. ആ രൂപത്തിലേക്ക് നമ്മൾ ആകരുത്. അത് നമ്മുടെ മോശപ്പെട്ടൊരവസ്ഥയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഒരിക്കലും നമ്മളതിൽ വഞ്ചിതരാകരുത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. പിന്നെ മൂന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത് വേഗത്തിൽ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് ഏതൊരു വിഷയത്തിൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടാലും നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗം എന്നുള്ളത് ആർക്കിടയിലാണോ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നത് അവരും നമ്മളും, ഇവർ 2 കൂട്ടരും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ആരാകട്ടെ, അത് നമ്മൾ തിരഞ്ഞെടുക്കണ്ട, അവർ തിരഞ്ഞെടുക്കണ്ട, 2 പേരും 2 കൂട്ടർക്കും അവരവർക്ക് സ്വീകാര്യമായ പണ്ഡിതന്മാരുടെ പേരുകൾ ഒരു ലിസ്റ്റ് അങ്ങോട്ട് എഴുതുക. ഞങ്ങൾക്ക് സ്വീകാര്യമായ സലഫി പണ്ഡിതന്മാർ, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരുടെ പേര് എഴുതും, അവരും എഴുതും. എന്നിട്ട് ഈ 2 കൂട്ടത്തിലും പെടാത്ത നിഷ്പക്ഷനായ ഒരാൾ, ഇത് 2ൽ നിന്നും കോമൺ ആയിട്ടുള്ള ഒരാൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് 2 കൂട്ടർക്കും ചെന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം, സമയം, തീയതിയൊക്കെ നിശ്ചയിക്കും. എന്നിട്ട് ആ പണ്ഡിതൻ്റെ അടുക്കൽ ഈ അഭിപ്രായ ഭിന്നതയിലായ, വ്യത്യാസത്തിലായ ആളുകൾ, അവരിൽ നേതാക്കന്മാർ ചെന്നിരിക്കുകയും കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് തിരുത്താനുള്ള വിഷയങ്ങൾ അങ്ങോട്ട് തിരുത്തി കൊടുക്കുകയും നമ്മുടെ ഭാഗത്ത് തിരുത്താനുള്ള വിഷയങ്ങൾ നമ്മൾ തിരുത്തുകയും ചെയ്യുന്നതോടുകൂടെ വളരെ സിമ്പിളായി
ഏത് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഏത് വിഷയത്തിലും. അതിപ്പോൾ ഉലൂമു സുന്നക്കാരല്ല, ഏത് വിഭാഗക്കാരാണെങ്കിലും നമുക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഈ കാര്യം. നിങ്ങൾ ആത്മാർത്ഥമായി ഈ ഉമ്മത്തിൻ്റെ ഐക്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് ഒരു പിടിച്ചു നിൽക്കുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്ന നസീഹത്തുള്ള ഗുണകാംക്ഷിയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വഴി സ്വീകരിക്കാം. ഏറ്റവും സിമ്പിളായ വഴിയാണ്. എന്നാൽ ഒരു മഫ്സദത്തും ഇല്ലാതെ വളരെ ഹൈറുകൾ മാത്രം നമുക്ക് റിസൾട്ടായി കിട്ടുന്ന ഒരു വഴിയുമാണ്. ഏത് അഭിപ്രായ വ്യത്യാസവും, അതിപ്പോൾ സലഫി ആദർശം വാദിക്കുന്ന ആളുകൾ വളരെ സിമ്പിളായി കിട്ടും. ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ സലഫികളാണ്, സലഫി ഉലമാക്കളായി ബന്ധമുള്ളവരാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വിസ്ഡം സംഘടന, അതുപോലെ തന്നെ KNM, ഇതുപോലത്തെ പല ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉലൂമു സുന്നക്കാർ, ഇതല്ലാത്ത പല ആളുകളുണ്ട്, പല വിഭാഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിലാരായിക്കോട്ടെ, ഇവർക്കൊക്കെയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെല്ലാവരും നമുക്ക് ക്ഷണിക്കാനുള്ളത് ഈ ഒരൊറ്റൊരു കാര്യത്തിലേക്കാണ്. വളരെ സിമ്പിളാണ് ഇത്. നമ്മൾ അവരിലെ ആളുകൾ ഇത് പ്രാവർത്തികമാക്കാൻ എന്ന് തയ്യാറാകുന്നു, അന്ന് സലഫികൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, ഭിന്നതകളൊക്കെ തീരും, സലഫികൾ ഒറ്റക്കെട്ടാവും. പക്ഷെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, ഈ കൂട്ടത്തിൽ ആത്മാർത്ഥതയുള്ളവരല്ലാത്ത ഒരാൾ അതിന് തയ്യാറാകുന്നു. ഒരാൾക്കും തയ്യാറാവാൻ കഴിയില്ല. കാരണം ഇത് വളരെ സിമ്പിളാണ് ഹക്കിൻ്റെ ആളുകൾക്ക് മാത്രം. ശുബഹത്തിന്റെ ആളുകൾക്ക്, തൽബീസുകൾ പ്രചരിപ്പിക്കുന്നവർക്ക്, മറ്റ് പല ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഒരിക്കലും കഴിയില്ല. അവർ വേണമെങ്കിൽ മാസങ്ങൾ കണക്കെ സംവാദങ്ങൾ നടത്താൻ തയ്യാറാവും നമുക്കെതിരെ, നമ്മളോടൊപ്പം പരസ്യമായി സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് പരസ്യമായി വെല്ലുവിളിക്കാനും നമ്മൾക്ക് സംവാദം നടത്താൻ വേദികൾ ഒരുക്കി തരാൻ അവർ തയ്യാറാവും. പക്ഷേ പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നിരിക്കാൻ തയ്യാറാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസ്തരകൾ പറഞ്ഞ് ചർച്ച ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും റുദൂദുകൾ കൈമാറാൻ അവർക്ക് തയ്യാറാണ്. അവർ അതിന് സാധിക്കും, തയ്യാറാണ്, മുന്നോട്ട് വരും. പരസ്യമായിട്ടും അല്ലാതെയും ഒക്കെ അവർ സംസാരിക്കും. പൊതുപ്രഭാഷണമായിട്ടും ക്ലാസ്സുകളായിട്ടൊക്കെ പരസ്പരം ഇങ്ങനെ ആശയ കൈമാറ്റങ്ങൾ നടത്താൻ അവർ തയ്യാറാകും. പക്ഷേ ഈ ഒരു കാര്യത്തിന് തയ്യാറാവില്ല. ഈ ഉമ്മത്തിനോട് നസീഹത്തുള്ള, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അവരെ അള്ളാഹുവിൻ്റെ മുൻനിർത്തിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അണികളെ യഥാർത്ഥ സലഫിയത്തിലായിക്കൊണ്ട് മരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവരുടെ തിന്മകൾ, അവർ വലാലത്തിലായി മരണപ്പെടുന്നതിൻ്റെ കുറ്റം നിങ്ങളുടെ തോളിൽ, തലയിൽ അള്ളാഹു കെട്ടിവെക്കുന്ന നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിന് തയ്യാറാകണം. ഏത് വിഭാഗമായിക്കോട്ടെ, സംഘടന ഉള്ളവനോ അല്ലാത്തവനോ ആയിക്കോട്ടെ. സലഫിയത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിനൊരു പരിമിതിയുണ്ട്. എല്ലാവർക്കും എല്ലായ്പ്പോഴും കഴിയില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ്, സിമ്പിളാണ്. അഹ്ലു സുന്നത്താണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ്. പക്ഷേ സലഫികളാണ്, സലഫിയത്താണ് ഞങ്ങളുടെ ആദർശം എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സലഫിയത്തിലേക്ക് ചേർത്തി പറയുന്നത്. കാരണം സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അമാന, സുരക്ഷിതത്വമാണ്. ഒരിക്കലും എവിടെയും അത് വഴികേടിലേക്ക് പോവുകയില്ല. പിന്നെ നാലാമത്തൊരു വിഷയം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക. ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ആയത്തുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുഹ്കമും മുതശാബിഹും ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പല വിഷയങ്ങളും പല മസാലകളും ഉണ്ടാവും. ഇതിലൊക്കെയും മുഹ്കമായിട്ടുള്ളതിനെ വിട്ട് മുതശാബിഹാത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് ചേർന്ന കാര്യമല്ല. മുഹ്കമായ വളരെ വ്യക്തമായൊരു കാര്യം നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ അതിനെ വിട്ട് മുതശാബിഹാത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തത്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ധാരാളം വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റൊരു ഉദാഹരണം മാത്രം ഞാൻ പറയും. ഖവാരിജുകൾ
ഖവാരിജുകൾ ആണ് ഒന്നാമത്തെ ബിദ്അത്തിന്റെ വക്താക്കൾ. അവർ ആ ബിദ്അത്തിലേക്ക് എത്തിയത് എന്ത് കാരണത്താലാണ്? മുത്തശാബിഹായിട്ടുള്ള ആയത്ത് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹ്കമിനെ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ്. മുത്തശാബിഹായിട്ടുള്ള ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മുഹ്കമായിട്ടുള്ള ആയത്ത് നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തശാബിഹിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. മുഹ്കമായ ആയത്തിനെ നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുത്തശാബിഹിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഏതുപോലെ ഖവാരിജുകൾക്ക് എന്താണ് പറ്റിയത്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്തുകൾ അത് മുസ്ലിമുകളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചതാണെന്ന് കണക്കാക്കിക്കൊണ്ട് കരുതിക്കൊണ്ട് ആ ആയത്തുകൾ അവർ നടപ്പിലാക്കിയത്, പ്രാക്ടിക്കലാക്കിയത് സ്വഹാബത്തിൻ്റെ വിഷയത്തിലാണ്. എന്നാൽ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു മുഹ്കമായി അവതരിപ്പിച്ച കാര്യങ്ങൾ അല്ലേ? അള്ളാഹു സ്വഹാബത്തിനെ പറ്റി പറഞ്ഞത് എന്താ? ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലെങ്കിൽ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലെങ്കിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, ഇങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും മുഹ്കമായി ആ വിഷയത്തിൽ വന്നതിനെ അവർ വിട്ടിട്ട് മുത്തശാബിഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഹ്കങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അവരെങ്ങനെയാണ് വഴികേടിലേക്ക് എത്തിയത്? ഇതേപോലെ തന്നെയാണ് എല്ലാ ബിദ്അത്തിന്റെ ആളുകളും വഴികേടിലേക്ക് എത്തിയത്. എല്ലാ ബിദ്അത്തിന്റെ ആളുകളും അള്ളാഹു എല്ലാത്തിൻ്റെയും മുകളിലല്ല എന്ന് പറയുന്ന ആളുകൾ ആ വിഷയത്തിൽ അറിയിക്കുന്ന എത്രയോ ആയത്തുകളുണ്ട്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്തുണ്ട്. സുമ്മസ്തവ അലൽ അർശ് എന്ന ആയത്ത് മാത്രം ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ആവർത്തിച്ചു. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട നാമങ്ങളായി സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട അല്ലാഹിർ. ഇങ്ങനെ മുഹ്കമായിട്ടുള്ള വിഷയത്തിനെ അവരെന്ത് ചെയ്തു? അതൊന്നും എടുക്കാതെ മുത്തശാബിഹ് എടുത്തു. ഏതുപോലെ വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുപോലുള്ള മുത്തശാബിഹുകൾ എന്ത് ചെയ്തു? മുഹ്കമിന് പകരം എടുക്കുകയും മുഹ്കമിനെ മൊത്തം മുത്തശാബിഹുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇതെല്ലാം ബിദ്അത്തിന്റെ ആളുകൾ വഴിപഴയ്ക്കാനുള്ള കാരണങ്ങൾ മാത്രമല്ല, നമ്മൾക്ക് വഴിപഴയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ കൂടിയിട്ടാണ്. അവർ വഴിതെറ്റിപ്പോയ വിഷയങ്ങൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, നമ്മൾ വഴിപഴിച്ചു പോവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ന നിലയ്ക്ക് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് സമയം ഏകദേശം ആയിട്ടുണ്ട്. പലർക്കും പല ദൂരത്തുനിന്ന് യാത്ര പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരുടെയും ഇത്രയും നേരത്തെ ഈ ഒരു ഇരുത്തം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രവർത്തനം. ഉറക്കം വരാതെ, ശ്രദ്ധ മാറാതെ, അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് പരമാവധി കൃത്യമായി എഴുതിയെടുത്ത് പഠിച്ച് അതൊക്കെ വീട്ടിൽ പോയി മുറാജ ചെയ്യുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം, ഇത് തന്നെ വലിയൊരു മഹത്തരമായ ഇബാദത്താണ്. ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വെച്ചോ, നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇവിടെ വന്നിരിക്കുക മാത്രമാണ്. അതും മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുക. അല്ലെ, കൂട്ടുകാരന്മാരൊക്കെ വന്നു, കൂട്ടത്തിൽ ഞാനും വന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും വന്നു, കൂട്ടത്തിൽ ഞാനും വന്നു. അങ്ങനെയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇരുത്തം ലാഭം മാത്രം. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവരെ പറ്റി മലക്കുകളോട് സംസാരിക്കുന്നുണ്ട്. അത് വലിയൊരു ഹദീസാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ഹദീസിന്റെ അവസാനത്തിൽ മലക്കുകൾ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു, ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. മലക്കുകൾ റബ്ബിനോട് പറയും, റബ്ബിനറിയാം. പക്ഷെ റബ്ബിനോട് മലക്കുകൾ പറയും, റബ്ബേ, അവരുടെ കൂട്ടത്തിൽ ആ ഒരു ഉദ്ദേശത്തിനല്ലാതെ വന്ന ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ആ ഒരു നീയത്തിനല്ലാതെ വന്ന ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹു പറയും, അവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും. ഈ ദീൻ പഠിക്കുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത, അവർ
നഷ്ടത്തിൽപ്പെടൂല എന്നല്ല, അവരുടെ കൂടെ ഇരിക്കുന്നവർ പോലും നഷ്ടക്കാരാവില്ല. അവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ പോലും നഷ്ടക്കാരാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായി പഠിപ്പിച്ചെന്ന ഹദീസിൽ അങ്ങനെയുള്ള ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഈ ഇരുത്തം കൊണ്ട് ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ, പലരെയും ഞാൻ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ഉറങ്ങുന്നതിൽ എനിക്കറിയാം. ക്ഷീണം കൊണ്ടും ഒരുപാട് ജോലി തിരക്കുകൾ കഴിഞ്ഞു വരുന്ന ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ക്ഷീണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. നിങ്ങൾ ഈ കാണിക്കുന്ന പരിശ്രമം റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൂടുതൽ ശരിയായ ദീൻ പഠിക്കാനും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പദവി സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കരസ്ഥമാക്കാനൊക്കെ സബബുകളായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.